നമ്മുടെ കോംപ്രിഹെൻഷൻ്റെ ആദ്യത്തെ വെബിനാറാണ് നമ്മൾ എടുക്കുന്നത്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. സോ ഇതിൽ ബേസിക്കായിട്ട് പറയാനുള്ള 2011 മുതലാണ് ഈ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ടിൽ ടൈം കോംപ്രിഹെൻഷൻ്റെ സൈഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് മെയിനായിട്ടുള്ളത്. ചിലർക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മാത്സ് പ്ലസ് ലോജിക്കൽ റീസണിങ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് രണ്ടും പറ്റുന്നില്ല എങ്കിൽ അവർ രണ്ട് സൈഡിലും വർക്ക് ചെയ്ത് ഒരു ബാലൻസ് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് 80 ക്വസ്റ്റ്യൻ ആണ് മീറ്റ് ചെയ്യാനുള്ളത്. 2.5 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. മൊത്തം 120 മിനിറ്റ് ആണ് കിട്ടുന്നത്. 200 മാർക്കാണ് അവാർഡിങ്. ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പർ ആയതുകൊണ്ട് 33% മാർക്ക് മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സോ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സോ നമുക്ക് ഒരു 30 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പേപ്പർ ക്രോസ് ചെയ്യാൻ പറ്റും. കാര്യം 30 ക്വസ്റ്റ്യൻ 75 മാർക്ക് കിട്ടും. നമുക്ക് ഇനി അറൗണ്ട് ഒരു 67-68 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ഈ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ 10 വർഷമായിട്ട് ഏകദേശം 80 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 800ഓളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. 800 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് നോക്കണം. കാര്യം അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു രീതിയിൽ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിൽ കൂടുതൽ വർക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ CSAT-ൻ്റെ ക്ലാസ്സസ് റൺ ചെയ്യുന്ന സമയത്ത് മാത്സും അതുപോലെ ലോജിക്കൽ റീസണിങ്ങും ദെൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ഈ 3 ഭാഗങ്ങളായിരിക്കും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ്റെത് നമ്മൾ ഈ ഒരു സെഷൻ ആൻഡ് ഫോളോഡ് ബൈ സോ മെനി ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ക്ലാസ്സിൽ മെയിനായിട്ട് മാത്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇത്രയും ഭാഗത്തുനിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. 2011 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ സബ് കാറ്റഗറീസ് എല്ലാം തന്നെ ഫാക്കൽറ്റി ഡിസ്കസ് ചെയ്യും. ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് കോംപ്രിഹെൻഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് ഓഫ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ഏതൊക്കെ രീതികളിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും, റോങ് ആൻസേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളും കുറച്ച് എലിമിനേഷൻ ടെക്നിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എലിമിനേഷൻ ടെക്നിക്സിൽ കംപ്ലീറ്റ് ആയിട്ട് റിലൈ ചെയ്യരുത്, മാക്സിമം നിങ്ങൾ വർക്കൗട്ട് തന്നെ ചെയ്യുക. ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഈ സെഷൻ ഫോളോഡ് ബൈ സോ മെനി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് മിനിമം 500 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ എയർ ചെയ്ത് തരും. നമ്മുടെ പേഴ്സണൽ മെൻറ്ററിൻ്റെ ആ ഒരു പേജിൽ അതിനെ ആഡ് ചെയ്യും PDF ആയിട്ട് തന്നെ. അപ്പോൾ അത് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കണം. 2021 എഴുതുന്നവർ, അങ്ങനെ എല്ലാത്തവർക്കും സമയമുണ്ട്, ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും ഇതിൽ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ക്വസ്റ്റ്യൻസ്, 2019 കൃത്യം 30 ക്വസ്റ്റ്യൻസ്, പിന്നെ 26, 30 അങ്ങനെ. ഓക്കെ, സോ 30 ക്വസ്റ്റ്യൻസ് കിട്ടുക മീൻസ് ഫെയർ എനഫ് മാർക്ക് 75 മാർക്ക് കിട്ടും. നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കുക, ദെൻ കുറച്ച് മാത്സ് എന്നും ലോജിക്കൽ റീസണിങ്ങും അങ്ങനെ ചെയ്യാൻ നോക്കുക. ബട്ട് സ്റ്റിൽ ഇത് ഒരു ക്വാളിഫൈഡ് നേച്ചറുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. സോ നമ്മളൊരു പാസേജ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിന് ഏതെങ്കിലും ഒരു ഓതർ എഴുതിയ ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പാസേജ് എന്നാണ്. ഓരോ പാസേജിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടോൺ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പിന്നെ നോക്കാം, വരുന്ന സ്ലൈഡുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ഓതർ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എഴുതുമ്പോൾ, മേ ബി ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക് ആയിരിക്കാം, എന്താണോ എഴുതുന്നത് ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ ഇമോഷൻ ഏത് തരത്തിലാണോ അല്ലെങ്കിൽ ആ ചിന്താഗതി ഏത് തരത്തിലാണോ അത് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബാധിക്കും. സോ അതിൻ്റെ ബേസിക്കലി ടോൺ ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പാസേജിൽ അല്ലെങ്കിൽ ഡിസ്കഷനിൽ വരുന്ന ടോപ്പിക്കിൻ്റെ ടോൺ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ് ഉണ്ട്, ടോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50, 100 ഒക്കെ ടൈപ്പ് ഓഫ് ടോൺസ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം പറയുന്ന 4 എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്.
പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്. ഈ ഒരു 4 കാറ്റഗറി, പോസിറ്റീവ്, നെഗറ്റീവ്, ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് എന്ന് പറയുന്ന കാറ്റഗറി. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ശുഭ പര്യാവസായിയായി കൊണ്ട് തന്നെ ഇൻഡിക്കേറ്റിംഗ് എഗ്രിമെന്റ് ഓൺ അഫർമേഷൻ, കൃത്യമായ വ്യക്തതയോടുകൂടി പോസിറ്റീവ് ആംഗിളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പാസേജുകൾ. നെഗറ്റീവ് ആസ്പെക്റ്റിൽ പോകുന്ന കാര്യങ്ങളുണ്ട്. കാര്യം ഒരു പെസിമിസ്റ്റിക് ആംഗിളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസ്അഗ്രിമെന്റുകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ആർട്ടിക്കിൾ, അതിന് നമുക്ക് നെഗറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറയാം. ഇതിന്റെ രണ്ടിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഈ 2 ആർട്ടിക്കിൾസ് എടുക്കാം. പെസിമിസ്റ്റിക് ഞാൻ പറഞ്ഞു, ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ട്, ഒരു ഫ്യൂച്ചർ ഔട്ട്കം പോസിറ്റീവായിട്ട് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഓപ്റ്റിമിസ്റ്റിക്. ആൻഡ് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു വേഴ്സ്റ്റ് എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ഇതിൽ പെടും. ഇനി ഹ്യൂമറസ് ആയിട്ട് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഹ്യൂമറസ് ആയിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ സർക്കാസ്റ്റിക്. ഹ്യൂമറസ് ആയിട്ട് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വിറ്റി എലമെന്റ്സ് മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഹ്യൂമറസ് ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ. സർക്കാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മീൻ ചെയ്തുകൊണ്ട് എന്നാൽ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ കൂടി വെച്ചുകൊണ്ട് സർക്കാസം പറയുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾ. അപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. ചിലത് സിനിക്കൽ ആയിരിക്കും. സിനിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടിങ് ആയിട്ട് വച്ചിട്ട് എഴുതുന്ന, സംശയാസ്പദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ടൈപ്പ് ഓഫ് ആർട്ടിക്കിളാണ് സിനിക്കൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് വേറെ ടൈപ്പ് എന്ന് പറയുന്നത് നരേറ്റീവ്. നരേറ്റീവ് ആൻഡ് ഇല്ലസ്ട്രേറ്റീവ്. നരേറ്റീവ് ടൈപ്പ് ആൻഡ് ഇല്ലസ്ട്രേറ്റീവ് ടൈപ്പ്. നരേറ്റിംഗ് എന്ന് പറയുമ്പോൾ വിവരിച്ചുകൊണ്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ അത് നരേറ്റീവ് ടൈപ്പും. ഇല്ലസ്ട്രേറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ അങ്ങനെ എഴുതുമ്പോഴാണ് അതൊരു ഇല്ലസ്ട്രേറ്റീവ് ടൈപ്പായിട്ട് മാറുന്നത്. നമ്മുടെ GS-ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണം, വിത്ത് എക്സാമ്പിൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് ഓവർ എക്സ്പ്രഷൻ കൊടുത്ത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ആംഗ്ലി, ദേഷ്യത്തോടു കൂടി ഒരു എക്സ്ട്രീം ആംഗിളിൽ നിന്ന്, അതായത് എന്താണ്, എക്സ്പ്രസിങ് എക്സ്ട്രീം അന്നോയൻസ്, മാക്സിമം ഒരു ഒരു ടെമ്പറേച്ചറിൽ എഴുതുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ചിലത് അനാലിറ്റിക്കൽ ആയിരിക്കും. അനാലിറ്റിക്കൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ബേസിക്കായിട്ട് എക്സാമിൻ ചെയ്യുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും അനാലിറ്റിക്കൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെയുള്ള ഒരു ആർട്ടിക്കിളാണ് ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്പാർഷ്യൽ ആയിരിക്കും ന്യൂട്രൽ. ഈ ന്യൂട്രൽ ആർട്ടിക്കിളൊക്കെ നമുക്ക് ഒപ്പീനിയൻ എഡിറ്റോറിയലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി സിവിൽ സർവൻസ് എഴുതുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവും പറയില്ല നെഗറ്റീവും പറയില്ല, ഒരു മിഡ് വേ പിടിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആർട്ടിക്കിൾ നമുക്ക് ന്യൂട്രൽ ആർട്ടിക്കിൾ എന്ന് നമുക്ക് പറയാം. പിന്നെ സീരിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. സ്കോളർലി ആർട്ടിക്കിൾസ് ഇസ് അനദർ കൈൻഡ്. സ്കോളർലി ആർട്ടിക്കിൾസ് ഇസ് അതർ കൈൻഡ്. കാര്യം സ്കോളർലി ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അനാലിറ്റിക്കലായിട്ട് ഇതിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് എനി റിസൾട്ട് ഓഫ് എ സ്റ്റഡിയാണ് സ്കോളർലി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടൈപ്പ് ഉണ്ട്. ദെൻ അപ്രൂവിങ് ടൈപ്പ് ഓഫ് പാരഗ്രാഫ്സ് അല്ലെങ്കിൽ പാസേജസ്. അപ്രൂവിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആംഗിളിൽ പോകുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അതെന്തിനെങ്കിലും സാധൂകരിക്കുന്ന രീതിയിലായിരിക്കും, ഒരു അപ്രൂവിങ് ടൈപ്പിലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സയന്റിഫിക് ടൈപ്പ് ഉണ്ടാവും. സയന്റിഫിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ശാസ്ത്രീയപരമായിട്ട് ഉള്ള ആർട്ടിക്കിൾസ്,
നമുക്ക് ഹിന്ദുവിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സൺഡേസിലെ പേജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് ഒക്കെ സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ നൊസ്റ്റാൾജിക് ആംഗിളിലുള്ള, അതായത് മെമ്മറി എടുത്തു പറയുന്ന ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ്, പാസേജസ്, മെയിൻലി ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഓത്തറിന്റെ ബുക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിന്റെ എന്തെങ്കിലും റൈറ്റപ്പിൽ നിന്നോ അങ്ങനെയുള്ള കണ്ടന്റിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടോൺ ഓഫ് എ പാസേജ് ആണ്. ടോൺ ഓഫ് എ പാസേജ് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ പാസേജോ ബുക്കോ സംഭവം എന്താണോ എഴുതുന്ന സമയത്ത് ഓതറിന്റെ ഇമോഷൻ എങ്ങനെയായിരിക്കും, ആ ഇമോഷൻ പ്രതിഫലിക്കുന്നത് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാസേജ് വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ടോൺ ഓഫ് ദ പാസേജ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ഒരു പാസേജിന്റെ ഐഡിയ മനസ്സിലാക്കാനും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും വളരെയധികം സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് ടോൺ ഓഫ് ദ പാസേജ്. കാര്യം ക്രിട്ടിക് ആംഗിളിലുള്ള ഒരു പാസേജ് വായിച്ചിട്ട് നമുക്കത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് പോസിറ്റീവ്, നെഗറ്റീവ്, ഓപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, ഹ്യൂമറസ്, സർക്കാസ്റ്റിക്, സിനിക്കൽ, നറേറ്റീവ്, ഇലസ്ട്രേറ്റ്, എക്സാജറേറ്റഡ്, ദെൻ ആംഗ്രി, അനാലിറ്റിക്കൽ, ന്യൂട്രൽ ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞു, സ്കോളർലി ആർട്ടിക്കിൾസ്, സീരിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ദെൻ അപ്രൂവിംഗ് ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ്, ദെൻ സയൻറ്റിഫിക് കൈൻഡ് ഓഫ് ആൻഡ് നൊസ്റ്റാൾജിക് ടൈപ്പ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ടോൺ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന ആർട്ടിക്കിൾസ്. അപ്പോൾ ആ ടോൺ ഓഫ് പാസേജ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്. കുറച്ച് റൂൾസ് ഉണ്ട്. കുറച്ച് റൂൾസ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയും എഴുതി പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു റൂളല്ല. എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ ട്രിക്സ് എന്നൊക്കെ പറയില്ലേ, എലിമിനേഷൻ ട്രിക്സ് നോർമലി GSന്റെ ഫസ്റ്റ് പേപ്പറിൽ ഒരുപാട് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ കയ്യിലും കുറേ എലിമിനേഷൻ ട്രിക്സ് ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്യരുത്. ഒരു 80 to 90% മിക്കവാറും ആർട്ടിക്കിളിൽ ഇതൊക്കെ വർക്ക് ചെയ്യും. ബട്ട് 100% റൂൾ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ട വിധം, ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് മാത്രമാണ് ഈ പറയുന്ന റൂൾസ് ഉള്ളത്. ആൻഡ് യു ക്യാൻ ഹാവ് യുവർ ഓൺ റൂൾസ്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ അൾട്ടിമേറ്റ് ആ ഒരു എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് റൂൾസിൽ ഗ്ലാൻസ് ത്രൂ ദ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഒരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, ഫോളോഡ് ബൈ ആൻഡ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. നോർമലി 2 ക്വസ്റ്റ്യൻസ് മുതൽ ചിലപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ കാണാം. 4 ക്വസ്റ്റ്യൻസ് 2 to 4 ആണ് നോർമലി UPSCയിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ആർട്ടിക്കിൾ ആൻഡ് ഫോളോഡ് ബൈ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് കിട്ടുന്ന 10 മാർക്കാണ്. ആ ആർട്ടിക്കിൾ ഫലപ്രദമായിട്ട് വായിച്ച് ഈ 4 ക്വസ്റ്റ്യനും ആൻസർ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് 10 മാർക്കാണ്. കാര്യം അതങ്ങനെയാണ്, 2.5 മാർക്ക് വെച്ചിട്ടല്ലേ, 2.5 മാർക്സ്. ഓക്കെ, സോ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് ഗ്ലാൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വായിക്കാൻ മീൻസ് അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ് ഒന്ന് ഗ്ലാൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഗ്ലാൻസ് എന്ന വേർഡ് തന്നെ ഇവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുള്ളതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററലി ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് വെറുതെ സമയം കളയരുത്. ആ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുന്നതുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. അവിടെ നമുക്ക് പിക്ക് ചെയ്തെടുക്കേണ്ട കുറച്ച് കീ വേർഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ വരുന്ന കുറച്ച് കീ വേർഡ്സ്, അത് നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം നോർമലായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയാം, അതിൻ്റെ പാസേജ് രണ്ടാമത് വായിക്കുന്ന സമയത്ത് നോർമലി നിങ്ങൾ ആ പാസേജിൽ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി അത് ശ്രദ്ധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാൻസ് ത്രൂ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോളോഡ് ബൈ റീഡ് പാസേജ് ഒരു തവണ വായിക്കുക. ആ വായിക്കുന്ന സമയത്ത് തന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കീവേഡ്സ് പറഞ്ഞു. ആദ്യം ഗ്ലാൻസ് ചെയ്യുക. ഗ്ലാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന അല്ലെങ്കിൽ കണ്ട് പതിയുന്ന ആ വേർഡ്സ് നിങ്ങൾ ആ പാസേജ് വായിക്കുന്ന സമയത്തും ഉണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ്. കാര്യം നമ്മൾ ആ പാസേജിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു സമയം കളഞ്ഞിട്ടാണ് ആ ഒരു പാസേജ് വായിക്കുന്നത്. സോ യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ്. ആൻഡ് ഓരോ പാസേജിനും അതിനൊരു ടോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടായിരിക്കും.
ആ ഒരു സെൻട്രൽ ഐഡിയ മനസ്സിലാകുന്ന സ്ഥലത്ത് നിങ്ങളൊരു അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അണ്ടർലൈൻ ദ സെൻട്രൽ ഐഡിയ ആൻഡ് ക്വസ്റ്റ്യൻ കീവേഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു glance through the questions and read the passages and underline the central idea and question keyword. Then refer back എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. ഈ റെഫർ ബാക്ക് എന്ന പ്രോസസ്സ് നമ്മൾ ആ ഒരു പാസേജിലോട്ട് വീണ്ടും പോവുകയാണ്. ആ പാസേജിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 25% ക്വസ്റ്റ്യൻസ് വേർഡ് മാച്ച് അല്ലെങ്കിൽ സെൻറ്റൻസ് മാച്ച് എന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സും നമ്മുടെ പാസേജിലെ ഐഡിയയിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സും മാച്ച് ആവുന്നു. നമുക്കവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് മാച്ച് ആവുന്നു. മേ ബി ഒരു വേർഡ്സിൻ്റെ വേറൊരു അർത്ഥം വരുന്ന ഒരു വേർഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. മേ ബി അവയർനെസ്സിന് പകരം നോൺ എന്നുള്ളൊരു, മനസ്സിലല്ലേ? ആ ഒരു തരത്തിൽ സെൻറ്റൻസ് മാച്ച് ആകാം. then ഏകദേശം 35% ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഐഡിയ മാച്ച്. ആ പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കാണുന്ന ഓപ്ഷൻ, ആ ഓപ്ഷനും നിങ്ങളുടെ ആ ഒരു പാസേജുമായിട്ട് ഐഡിയ ഈസ് മാച്ചിങ്. ഓക്കെ, അങ്ങനെ വരുന്ന 35% ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഇപ്പോൾ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും 60%. ബാക്കിയുള്ള 40% എന്ന് പറയുന്നത്, മജോറിറ്റി എന്ന് പറയുന്നത് ഇൻഫറൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം ഒളിഞ്ഞു കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ലേശം കൺവേർട്ടഡ് ആയിരിക്കും അത് ചോദിച്ചിരിക്കുന്നത്. ഒരു എന്താണ് മൂടി പൊതിഞ്ഞ് ചോദിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഇൻഫറൻസ് ആയിരിക്കും, ഇൻഫറൻസ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ ഇങ്ങനെ ഒരു റെഫർ ബാക്ക് ചെയ്യണം. വേർഡ് മാച്ച് ഉണ്ടോ നോക്കണം, ഐഡിയ മാച്ച് ഉണ്ടോ നോക്കണം, ഇൻഫറൻസ് ആണോ നോക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ്. 25%, 35% ആൻഡ് 40%. ഓക്കെ, അപ്പോൾ ഒരുപാട് പറയുന്ന റൂൾസ്, ക്വസ്റ്റ്യൻസ് ഗ്ലാൻസ് ചെയ്യുക, ദെൻ റീഡ് ദ പാസേജ് ആൻഡ് underline the central idea and the question keyword, then refer back, check for a word match or sentence match, then check out for the idea match and the inference match. Okay, ഇവിടെ ഇത് ഒരു ബ്ലൈൻഡ് റൂളായിട്ട് എടുക്കരുത്. ഇവിടെ കുറച്ച് കൺക്ലൂഷൻ വേർഡ്സ്, കോൺട്രാക്ട് വേർഡ്സ് ആൻഡ് കണ്ടിന്യൂറ്റി വേർഡ്സ്, അതായത് സെൻട്രൽ തീം ഒളിഞ്ഞു കിടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളോട് ചേർന്നിട്ടായിരിക്കും മിക്കവാറും സെൻട്രൽ തീം ഉണ്ടാകുക. മിക്കവാറും എന്ന് പറയുമ്പോൾ 90%ഓളം ഇത് കുറച്ച് ആക്യുറസി ഉള്ളതാണ്. എന്നാൽ 10%ഓളം ഇൻഫറൻസ് ആയിട്ട് ഒരു സെൻട്രൽ തീം മാറി കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വേർഡുകൾ കണ്ടിന്യൂറ്റി ടൈപ്പ് ഓഫ് വേർഡ്സ് ലൈക്ക് സിമിലർലി, മോർ ഓവർ, അഡീഷണലി, ഇൻ ദ സെയിം വേ, ലൈക്ക്വൈസ്, ഇങ്ങനെ പറയുന്ന കണ്ടിന്യൂറ്റി കൊടുക്കുന്ന വേർഡ്സ്, സിമിലർലി, മോർ ഓവർ, അഡീഷണലി, ഇൻ ദ സെയിം വേ, ലൈക്ക്വൈസ്, അങ്ങനെയുള്ള വാക്കുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ സെൻട്രൽ തീമിനോട് ചേർന്ന് കിടക്കുന്ന വാക്കുകളായിരിക്കാം. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മേ ബി ഒരു പാസേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ മേ ബി ഒരു പാസേജിൻ്റെ എൻഡിങ്ങിലോ ഒക്കെ ആയിരിക്കാം. ഒരു പാസേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പാരഗ്രാഫ് ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരഗ്രാഫ് കൊണ്ടോ ആയിരിക്കാം. ഓരോ പാരഗ്രാഫും ഓരോ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ ഓരോ സെൻട്രൽ തീം വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സിംഗിൾ പാരഗ്രാഫ് വെച്ചിട്ടുള്ളൊരു പാസേജ് ആണെങ്കിൽ കൂടി അതിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ് വായിക്കുമ്പോൾ മോറോളസ് നിങ്ങൾക്ക് ആ ഒരു സെൻട്രൽ തീം അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയ കിട്ടും. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ കാണുകയാണ്, അത് സിമിലർലി ഓർ മോർ ഓവർ അല്ലെങ്കിൽ അഡീഷണലി ഇങ്ങനെ തുടങ്ങുന്ന കണ്ടിന്യൂറ്റി വേർഡ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം സെൻട്രൽ തീം ചേർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. യു ഷുഡ് കെയർ അബൌട്ട് ദാറ്റ്. ആൻഡ് കോൺട്രാസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്ന nonetheless, however, but, although, despite പോലെയുള്ള വാക്കുകളുടെ കൂടെയും സെൻട്രൽ തീം ഉണ്ടാകാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ വേർഡ്സിൽ വരുന്ന thus, therefore, hence അല്ലെങ്കിൽ സമ്മറി അല്ലെങ്കിൽ കൺക്ലൂഷൻ പറയുന്ന ഭാഗത്ത് സെൻട്രൽ തീം ഒളിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ
യു ഷുഡ് കെയർ അബൌട്ട് ദാറ്റ്. ആൻഡ് അഗെയിൻ റിപ്പീറ്റിംഗ്, ഒരു 90% ഇത് ശരിയായിട്ട് കിട്ടും. ആൻഡ് എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ച് നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോവുക, കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഈ റൂള് ഫെയിലാകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതിനുവേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ചിലയിടത്തൊക്കെ ഈ ഒരു റൂൾ ഫെയിൽ ആവുന്നതായിട്ട് കാണാം. ബട്ട് സ്റ്റിൽ യു ഷുഡ് പ്രാക്ടീസ് വെൽ. ഓക്കെ, ഇനി റോങ് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 1-2 ട്രിക്സ് കൂടിയുണ്ട്. ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു ടീം സംസാരിക്കുകയാണ്. ആ ടീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മേ ബി ഈ ഇടയ്ക്ക് ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ ടൂൾ കിറ്റ് വിവാദം, ഇപ്പോൾ ഇവിടെ കുറച്ച് പേരുടെയൊക്കെ അറസ്റ്റ് ഉണ്ടാവുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പം അതേ ആംഗിളിൽ ഒരു ആർട്ടിക്കിൾ വരികയാണ്, ഇത് പകുതി പറഞ്ഞ് നിർത്തുന്നു, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നു. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അതിൽ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ആൻസർ ചെയ്യും. എന്നാൽ അതായിരിക്കണമെന്നില്ല അതിൻ്റെ ആൻസർ. കാര്യം പാസേജിൽ എന്താണ്, നമ്മളൊരു ലേമാൻ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഒരു നമ്മുടെ നോളജ് അവിടെ എടുക്കരുത്. എപ്പോഴും ഒരു പാസേജ് വായിക്കുമ്പോൾ തിങ്ക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ഓതർ. ഓതർ എങ്ങനെയാണോ ആ ഒരു സമയത്ത് ചിന്തിച്ചത്, അതേ മാനസികാവസ്ഥയോടെ അതേ കാഴ്ചപ്പാടോടുകൂടി ആ ഒരു പാസേജിനെ, ആ ഒരു കണ്ടന്റിനെ നോക്കിക്കാണണം. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു പാസേജിൻ്റെ ടോൺ മനസ്സിലാക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റുകൾ തരാം, വിച്ച് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ദ ഓതർ. ഓതർ സപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റുകളാണെന്നുണ്ടെങ്കിൽ most of time, 95% of time, it will be a wrong option or a wrong answer. അതായത് ഓതർ സപ്പോർട്ട് ചെയ്യാത്ത എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ that will be a wrong answer. Irrelevant information. Irrelevant information എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പാസേജിലുള്ള കണ്ടന്റ് നിന്ന് കുറച്ചെടുത്തു, then ഇറ്റ്സ് ആഡ് സംതിങ് എൽസ്. അത് ആക്ച്വലി ഇറലവൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ പാസേജ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഒരു സെൻറ്റൻസിനെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളിക്കളയുക, അതിനെ ഒരു റോങ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുക. ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് ഡിസ്കഷൻ. ഡിസ്കഷൻ മീൻസ് ഇവിടെ പാസേജിൽ പറയുന്ന അല്ലെങ്കിൽ പാസേജിൽ ഓതർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഇവിടുത്തെ സ്കോപ്പ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആ സ്കോപ്പ് ഓഫ് ഡിസ്കഷന് പുറത്തു നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയണം, കൃത്യമായിട്ട് തള്ളിക്കളയണം. ഇനി ഒരു ആർഗ്യുമെന്റ്, ഒരു പാസേജ് ആർഗ്യുമെന്റിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഓപ്ഷനിൽ കണ്ടാൽ അതിനെ തള്ളിക്കളയണം. ഇത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓതർ പോയ അതേ വഴിയിലൂടെ എക്സ്ട്രീം പോകുക നിൽക്കുന്ന ഫസ്റ്റ് കാര്യം. ഇവിടെ നാലാമത്തെ നമ്മൾ സംസാരിച്ചത് എക്സാക്ട് ഓപ്പോസിറ്റ്, പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ആർഗ്യുമെന്റിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്കത് തള്ളിക്കളയാവുന്നതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓതറിന്റെ ഇമോഷൻ നമ്മളത് മനസ്സിലാക്കുക. ആ ടോൺ ഓഫ് എ പാസേജ്, ഒരു ക്രിട്ടിക് ആംഗിളിലുള്ള പാസേജിൽ അത് ക്രിട്ടിക് തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ വേ എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു സപ്പോർട്ടീവ് എലമെന്റ്സ് ആണ് നമ്മുടെ ഓപ്ഷനിൽ കാണുന്നതെങ്കിൽ അത് നിരുപാധികം തള്ളിക്കളയണം. അടുത്തത് മൈനർ ചേഞ്ചസ് ടു ഇൻഫോ സപ്പോർട്ടഡ് ബൈ ദ പാസേജ്. ഇൻഫ്രണ്ടായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുഴയ്ക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സംഭവം. അതായത് നമ്മുടെ പാസേജിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലായിട്ട് തോന്നും അത് ആ ഒരു പാസേജിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നും. ദെൻ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഫാക്ച്വലി
ശരിയായിരിക്കും, ഫാക്ച്വൽ ഇൻഫർമേഷൻ വളരെ 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 ശരിയായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കാര്യം പാസേജിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളോട് UPSC ആവശ്യപ്പെടുന്നത് റീഡ് ദ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുന്നത്. നമ്മൾ ആ പാസേജിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. ഇത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പാസേജിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ മൈനർ ചേഞ്ചസോട് കൂടി ഓപ്ഷനിൽ തരുന്നത്. ഒന്ന് മനസ്സിലാക്കുക, സെന്റൻസ് മാച്ച് വരുന്ന സമയത്ത് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യണം. മൈനർ ചേഞ്ചസ് വരെയാണ് ആ ഒരു ഇൻഫർമേഷൻ ഇതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ, പാസേജിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ തള്ളിക്കളയണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. യു ഷുഡ് വെരി കെയർ അബൌട്ട് ദിസ്. അടുത്ത് ഇല്ലോജിക്കൽ ആൻഡ് റാൻഡം കോമ്പിനേഷൻ ഓഫ് ദ പാസേജ് ആർഗ്യുമെന്റ്. ഈ പാസേജിൽ പറയുന്ന ആർഗ്യുമെന്റ്സ് അതിന് ഒരു ഇല്ലോജിക്കൽ ഡെഫിനിഷൻ കൊടുക്കുക. അതോടൊപ്പം പാസേജിലെ ആർഗ്യുമെന്റ്സ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് പുതിയ സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും തള്ളിക്കളയാൻ പറ്റുന്നതാണ്. അതുപോലെ ഫാൾസ് ആട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാം. ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈ റോങ് ആൻസർ അല്ലെങ്കിൽ ഐഡന്റിഫൈ റോങ് ഓപ്ഷൻ എന്ന രീതിയിൽ സ്വീകരിക്കാവുന്നതാണ്. സം ജസ്റ്റ് ഗോയിങ് ബാക്ക്, റൂൾസ് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് ഗ്ലാൻസ് ചെയ്യുക, ദെൻ റീഡ് ദ പാസേജ്, ദെൻ അണ്ടർലൈൻ ദ സെൻട്രൽ ഐഡിയ ഓർ സെൻട്രൽ തീം ആൻഡ് ക്വസ്റ്റ്യൻ കീവേഡ്സ്, ദെൻ റെഫർ ബാക്ക് എന്ന കാര്യത്തിൽ ഐഡിയ മാച്ച്, വേർഡ് മാച്ച്, ഇൻഫറൻസ് പോലുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ സെൻട്രൽ തീം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് വേർഡ്സ് പറഞ്ഞു. ദെൻ നൗ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോങ് ആൻസർ അല്ലെങ്കിൽ റോങ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള കുറച്ച് മാർഗങ്ങളാണ്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഈ ഒരു പാസേജ് വായിക്കുക. ഈ പാസേജ് വായിച്ചതിന് ശേഷം യു ഹാവ് ടു ഐഡന്റിഫൈ ഇത് ഏത് ടോണിൽ ഉള്ള ഒരു പാസേജ് ആണെന്ന് കണ്ടുപിടിക്കുക. വളരെ ചെറിയ ഒരു പാസേജ് ആണ്. ഈ ഒരു പാസേജ് 3 സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാസേജ് വായിക്കുക. പാസേജ് വായിച്ചതിന് ശേഷം ഇത് ഏത് ടൈപ്പിൽ വരുന്ന പാസേജ് ആണ് എന്ന് കണ്ടുപിടിക്കുക. You have 3, 4, 5 minutes maximum. Okay, fine. That is good. It's an informative one. കാര്യം ഇൻഫർമേഷൻ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് അതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടോണിലുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഹിയർ കംസ് അനദർ ക്വസ്റ്റ്യൻ. ഇതും ഏത് ടോണിലുള്ളതെന്ന് കണ്ടുപിടിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ പെട്ടെന്ന് തന്നെ കഴിയും. ഒരു സെഷൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു 500ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഫുൾ പാസേജസ് തരാം. ഒരു പാസേജ് ഫോളോ ബൈ 500 ക്വസ്റ്റ്യൻ അല്ല, ഡിഫറെൻറ്റ് പാസേജസ്, ആൾമോസ്റ്റ് ഒരു 400-500 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതെല്ലാം ഇതേപോലെ തന്നെ ആദ്യം ടോൺ ഐഡൻറ്റിഫൈ ചെയ്യുക, റോങ് ആൻസേഴ്സ് എലിമിനേഷൻ ഉണ്ടോ നോക്കുക, അങ്ങനെയുള്ളൊരു ഐഡിയ വെച്ചിട്ട് തന്നെ ചെയ്യുക. And in another 3 minutes you can find out the tone of this article. സിനിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടിങ് ആസ്പെക്റ്റിലുള്ള ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് സിനിക്കൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് കാൺ ബി ഡി. ഇതൊരു മെമ്മറി ആസ്പെക്റ്റിൽ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഒരു മെമ്മറി ലാംഗ്വേജ് പറയുന്നതുകൊണ്ട് അത് നൊസ്റ്റാൾജിക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സറ്റയർ വരില്ല, സിനിക്കൽ വരില്ല, ഇറലവൻ്റ് വരില്ല, ബൈറ്റിംഗ് വരില്ല. ഓക്കെ, ഫൈൻ. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള UPSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോലെയുള്ള ഒരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. മാൽ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ മാൽ ന്യൂട്രീഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെ പറ്റിയൊക്കെ അറിയായിരിക്കും. നിങ്ങൾ സ്ഥിരം വായിക്കുന്നതാണ്, കാണുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നോളജ് അപ്ലൈ ചെയ്യാതെ പാസേജിലുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് 1, 2 ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതുക. 1ൻ്റെ ആൻസർ ഏതാണ്, 2ൻ്റെ ആൻസർ ഏതാണ്. According to the passage, malnutrition in children can be reduced. Okay. If the children have a regular intake of food after they cross the age of 5, if the food needs of
younger children are known, if the responsibility of feeding younger children is given to adults. ആരൊക്കെ ഡി മാർക്ക് ചെയ്ത്? ഡി ഡി മാർക്ക് ചെയ്തവർക്ക് ശ്രദ്ധിക്കുക, കഴിഞ്ഞ തവണ പറഞ്ഞു ഓതറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഐഡിയാസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യരുത്. ഇഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫീഡിങ് യങ്ങർ ചിൽഡ്രൻ ഈസ് ഗിവൺ ടു അഡൾട്ട്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പാസേജ് പറഞ്ഞിട്ടില്ല. നമുക്ക് അവിടെ ഒരു സെന്റൻസ് മാച്ച് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്നതാണ്. അതായത് അവസാനത്തെ സെന്റൻസ് നോക്കാം. ഇറ്റ് ഈസ് ദെയർ ഫോർ ക്രൂഷ്യൽ ടു ഇൻക്രീസ് ദ അവയർനെസ് റിഗാർഡിംഗ് ദ ചൈൽഡ്സ് ഫുഡ് നീഡ് ആൻഡ് ഹൗ ടു സാറ്റിസ്ഫൈ ദം. ഇതിനോട് വളരെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇഫ് ദ ഫുഡ് നീഡ്സ് ഓഫ് യങ്ങർ ചിൽഡ്രൻ ആർ നോൺ എന്ന് പറയുന്നത്. കാര്യം ദ ഐഡിയ ഓഫ് ആ ഒരു സി എന്ന് പറയുന്നതും ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമൊന്നുമില്ല. അവയർനെസ്സിന് പകരം നോൺ എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സെയിം സെന്റൻസ് അല്ലെങ്കിൽ സിമിലർ സെന്റൻസ് വിത്ത് അതർ വേർഡ്സ് അത് യൂസ് ചെയ്യും. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫീഡിങ് യങ്ങർ ചിൽഡ്രൻ അഡൽട്ടിന് അങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡി എടുക്കരുത് ഒരിക്കലും, പിന്നെ ബി ഒരിക്കലും പോകരുത്. എ എന്ന് പറയുന്നത് അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. സി ആണ് ആൻസർ വരുന്നത്. അത് നമുക്ക് എന്താണ് സെന്റൻസ് മാച്ച് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ, ഒരുപാട് ഡൗട്ട് വരരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2-ൽ എന്താ വരുന്നത്? So according to the author, poverty is not the main cause of malnutrition, but the fact that രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. Taking care of younger ones is not the priority for the working mothers. Awareness of nutrition needs is not propagated by the public health authorities. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എക്കും സിക്കുള്ള സാധ്യത കൂടും. എക്കും സിക്കുള്ള സാധ്യത കൂടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ടേക്കിംഗ് കെയർ ഓഫ് യങ്ങർ വൺ ഈസ് നോട്ട് എ പ്രയോറിറ്റി ഫോർ ദ വർക്കിംഗ് മദേഴ്സ്. ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. കാര്യം നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ പാസേജിൽ പറഞ്ഞത് മിക്കവാറും അമ്മമാർ ജോലി ചെയ്യുന്നത് കൊണ്ട് യങ്ങർ ചിൽഡ്രൻ്റെ ഫീഡിങ് എന്ന് പറയുന്നത് ഓൾഡർ സിബ്ലിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നു, അത് അവർ ശ്രദ്ധിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോട്ട് എ പ്രയോറിറ്റി ഫോർ വർക്കിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞില്ല. വർക്കിംഗ് മദേഴ്സിനെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നോട്ട് എ പ്രയോറിറ്റി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ പാസേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് തള്ളിക്കളയാം. സ്റ്റേറ്റ്മെന്റ് 1 തള്ളിക്കളയുന്നതിലൂടെ ഓപ്ഷൻ എയും കളയാം, ഓപ്ഷൻ സിയും വരത്തില്ല. പിന്നെയുള്ള ചാൻസ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ബി, ആൻഡ് 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി തെറ്റാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഡി. ഇവിടെ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അവയർനെസ് കൊടുക്കുന്നതുമായിട്ടോ അല്ലാതെയോ ഒരു കാര്യം പറയുന്നില്ല. ഇറ്റ് ഈസ് ദെയർഫോർ ക്രൂഷ്യൽ ടു ഇൻക്രീസ് ദ അവയർനെസ് റിഗാർഡിംഗ് ദ ചൈൽഡ്സ് ഫുഡ് നീഡ്സ് ആൻഡ് ഹൗ ടു സാറ്റിസ്ഫൈ ദം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇൻഫറൻസ് ആണ്, നമ്മുടെ ചിന്തയാണത്. അപ്പം നമ്മുടെ ചിന്ത ഒരിക്കലും ഓതർ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കരുതും. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ ഈ ഒരു പാസേജിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പോൾ ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഹെൻസ് നമുക്ക് ഡി എന്ന ആൻസറിലോട്ട് പോകേണ്ടി വരും. നെയ്തർ 1 nor 2 എന്ന് പറഞ്ഞ ആൻസറിലോട്ട് പോകേണ്ടി വരും. ഹോപ്പ് യു ക്ലിയർ അബൌട്ട് ദാറ്റ്. ഒരിക്കലും ഇവിടെ അവയർനെസ് എന്ന വേർഡും ഇവിടെ അവയർനെസ് എന്ന വേർഡും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പാസേജിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് മൈനർ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫാൾസ് കാര്യത്തിൽ വീഴരുത്. സോ ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നമുക്കിങ്ങനെയാണെങ്കിൽ പറയാം, ഇതിൽ ഇൻഫറൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തെറ്റ് വരുത്തുന്ന ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്
ആൻഡ് യു പി സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫറൻസ് മോഡൽസ് ആണ്. ഞാൻ പറഞ്ഞു തരുന്ന ആർട്ടിക്കിൾസിൽ 40% എന്ന് പറഞ്ഞാൽ ഇമാതിരിയുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെരി കെയർ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഏകദേശം 12 ക്വസ്റ്റ്യൻസ് വരെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെ? ആണ്, ഫാക്റ്റാണ്, 40%. അപ്പോൾ യു ഹാവ് അനദർ 10 minutes. നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള നമ്മൾ ഇത്രയും നേരം സെഷനിൽ ഇരുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. 1 by 1 ആയിട്ട് പോവാം. ഞാൻ പറയുമ്പോൾ മാത്രം ആൻസർ പറഞ്ഞാൽ 4 ഉള്ളതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതിൻ്റെ ഉത്തരം സി ആണ്. ഓപ്ഷൻ ബിയിലോട്ട് ഏറ്റവും കൂടുതൽ പേര് പോകാനുള്ളൊരു സാധ്യത അവിടെ ടെൻഡൻസി കാണിക്കും. ഓക്കെ, 1 by 1 ആയിട്ട് പറയാം. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ടെമ്പററി ബ്രിഡ്ജ് എന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യം നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടില്ല. ബി സോൾജേഴ്സ് എന്ന വേർഡ് ഉള്ളതുകൊണ്ട് വേർഡ് മാച്ചിങ്ങിലോട്ട് പോകാനുള്ളൊരു സാധ്യത ആൾക്കാർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വാറുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് അതിനെ തള്ളിക്കളയാം. കാര്യം അത് ഒരു ഫാക്ട് എടുത്തുകൊണ്ട് മൈനർ ചേഞ്ചസ് വരുത്തി നമുക്ക് തരുന്നതാണ്, അതെപ്പോഴും മനസ്സിലാക്കുക. ദെൻ ഈ പോണ്ടോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ ബോട്ട്സ് ചേർത്തിട്ടിട്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി. സോ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, വുഡൻ പ്ലാങ്ക്സ് പക്ഷെ നമുക്കതിൽ റെഫറൻസ് ഇല്ല. അക്രോസ് ദ റിവർ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു മീനിങ് തന്നെ എടുക്കേണ്ടി വരും. എ ബ്രിഡ്ജ് സപ്പോർട്ടഡ് ബൈ ഫ്ലോട്ടിംഗ് ഫ്ലാറ്റ് ബോട്ടംഡ് ബോട്ട്സ്. സി എന്നുള്ള ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാര്യം ഇതിൻ്റെ ശരിക്കുള്ള വേർഡ് മീനിങ് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് സജസ്റ്റബിൾ ആയിട്ട് ഉള്ളതല്ല. ഓക്കെ, സോ 1 മോസ്റ്റ്ലി എല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് 2? ഡി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്കവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വേർഡ് മാച്ചിലൂടെ ആ ഒരു സ്റ്റീപ്പ് ബാങ്ക് എന്നുള്ള അത് വെച്ചിട്ട് അവരുടെ സ്റ്റീപ്പ് എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്, ഇൻഫറൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വെരി ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് സി? The mule-drawn carts stacked up because there were too many mule carts. Mules were indisciplined. It was a steep uphill journey. The carts were blocked by the peasant. ഇത് നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർഫെക്റ്റ് സി. Yeah, that's the answer. Then go for D. ഇത് നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. The reference to the older man in the beginning and the end of the passage indicate that the writer want to compare between the bridge and the motionless old man. So irrelevant എന്ന് പറയുന്നതിലൂടെ നമ്മൾ പോകണ്ട. Unnecessary repetition. അല്ല, ഷാർപ്പ് ഫോക്കസ് അല്ല. എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത് നമുക്ക് നോർമലി അല്ലെങ്കിൽ അതിൻ്റെ പാർഷ്യലിയൊക്കെ ശരിയും തെറ്റും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 10 മാർക്കാണ്. സോ 10 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുപോലത്തെ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മുടെ പ്രിലിംസിൻ്റെ ക്വാളിഫയിങ് പേപ്പർ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഇതുപോലുള്ള 7 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ആലോചിച്ച് ചെയ്യണം. വാട്ട് യു ക്യാൻ ഡു, ലൈക്ക് നമുക്ക് ഏകദേശം ഒരു കുറേ ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ട്, കുറേ പാസേജസ്, നിയർ അബൌട്ട് 100 പാസേജസ്, ആൾമോസ്റ്റ് ഒരു 400+ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ തരാം. ആൻഡ് അത് എത്രയും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ദി സെഷൻ. ഓക്കെ, താങ്ക്സ് ഫോർ ജോയിനിങ്.